മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മലയാള സാഹിത്യത്തിലെ നിരൂപകരിൽ പ്രമുഖനാണ് കുട്ടിക്കൃഷ്ണ മാരാർ. മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട്ട് ആണ് അദ്ദേഹം ജനിച്ചത്. മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിരുന്നു. കല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഭാരത പര്യടനം, മലയാള ശൈലി, സാഹിത്യ സല്ലാപം, സാഹിത്യഭൂഷണം, രാജാങ്കണം, സാഹിത്യവിദ്യ, കൈവിളക്ക്, ചർച്ചായോഗം, ദന്തഗോപുരം, ഋഷിപ്രസാദം, വൃത്തശില്പം തുടങ്ങിയവ കുട്ടിക്കൃഷ്ണ മാരാരുടെ കൃതികളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. മഹാഭാരതം കഥയെ പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ അർത്ഥത്തിൽ വായിച്ചെടുത്ത് രചിച്ച കൃതിയാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. ആ കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. യുദ്ധം കൊണ്ട് മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്നവ ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന പ്രപഞ്ച സത്യമാണ് ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ഏതു വ്യവസ്ഥയിലും പേരിലും നടക്കുന്ന യുദ്ധമായാലും ഏത് കാലത്തും ദേശത്തും നടക്കുന്ന യുദ്ധമായാലും ഇത് തന്നെയാണ് സ്ഥിതി. ലോകത്ത് ഇന്നേ വരെ നടന്ന ഒരു യുദ്ധവും വിജയമായിരുന്നില്ല. തലമുറകളോളം പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വൻ പരാജയങ്ങളായിരുന്നു എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ സത്യം കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവചിക്കുകയാണ് വ്യാസൻ മഹാഭാരത കഥയിൽ ചെയ്തത്. ആരൊക്കെ തമ്മിലായിരുന്നു കുരുക്ഷേത്ര യുദ്ധം? പാണ്ഡവരും കൗരവരും തമ്മിൽ. രാജ്യാവകാശികളായ പാണ്ഡവർക്ക് സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ലെന്ന വാശിയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കലാശിച്ചത്. പാണ്ഡവരും കൗരവരും ചേർന്നുണ്ടാക്കിയ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് യുദ്ധം ആരംഭിച്ചതെങ്കിലും രണ്ടാം ദിവസം മുതൽ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടു. പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടാക്കിയ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? യുദ്ധത്തിൻ്റെ പിന്നീടുള്ള അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാം. യുദ്ധത്തിൻ്റെ പരിണാമം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം അല്ലേ? അതായത് യുദ്ധത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പാഠഭാഗം നോക്കൂ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരുകക്ഷിയും പണ്ടേപോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. യുദ്ധം തുടങ്ങിയാൽ ഗജ അശ്വരഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാൾ കാലാളോടും അണിവിട്ടുപോയവനെ കൊല്ലരുത്. വയോവീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചുമിരിക്കുന്നവരോടരുത്. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന മഹാഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും, ആരൊക്കെയാണ് രണ്ട് ചേരിക്കാർ? പാണ്ഡവർ, കൗരവർ. ഇവർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാർ ഇപ്രകാരമായിരുന്നു. എന്തൊക്കെയാണ് കരാറിലെ വ്യവസ്ഥകളെന്ന് നോക്കൂ. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരുകക്ഷിയും പണ്ടേപോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. പ്രീതി എന്ന് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹം എന്നൊക്കെ അർത്ഥം. അതായത് യുദ്ധമുള്ളപ്പോൾ പരസ്പരം ശത്രുക്കളായി നിന്ന് യുദ്ധം ചെയ്യുമെങ്കിലും യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ
രണ്ടുപേരും എന്ത് ചെയ്യണം? പഴയ പോലെ തന്നെ പരസ്പരം സ്നേഹത്തോടെ പ്രവർത്തിക്കണം. യുദ്ധം തുടങ്ങിയാൽ ഗജ അശ്വരഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. ഗജം എന്ന് പറഞ്ഞാൽ ആന, അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. അപ്പം ആനയുടെയും കുതിരയുടെയും രഥത്തിലും രഥങ്ങളിലും ഇരിക്കുന്നവർ, ആനയുടെ പുറത്ത് കുതിരപ്പുറത്ത് രഥങ്ങളിലിരിക്കുന്നവർ അവരെന്ത് ചെയ്യണം? ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. ആ നിലയിൽ എന്ന് പറഞ്ഞാൽ ആനപ്പുറത്തിരിക്കുന്നവനോടെ യുദ്ധം ചെയ്യാവൂ. കുതിരപ്പുറത്തുള്ള ആൾ എതിർവശത്ത് കുതിരപ്പുറത്തുള്ള ആളോടെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇനിയുമുണ്ട് നിബന്ധനകൾ. എന്തൊക്കെയാണ്? കാലാൾ കാലാളോടും. കാലാൾ എന്ന് പറഞ്ഞാൽ നിന്ന് യുദ്ധം ചെയ്യുന്നവർ, അതായത് പ്രത്യേകിച്ച് ആനപ്പുറത്തോ കുതിരപ്പുറത്തോ രഥത്തിലൊന്നും അല്ലാതെ നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവർ, അങ്ങനെ എതിർവശത്ത് നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവരോട് മാത്രമേ എതിരിടാവൂ. അണി വിട്ടുപോയവനെ കൊല്ലരുത്. ഇനി ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഒരാൾ വേറിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ഒറ്റപ്പെട്ട് നിൽക്കുന്നവനോട് എന്ത് ചെയ്യരുത്? അവനോട് യുദ്ധത്തിലേർപ്പെടരുത്, അല്ലെങ്കിൽ അവനെ കൊല്ലാൻ ശ്രമിക്കരുത്. വയോവീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. അതായത് വയോവീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ വയസ്സായവർ, പ്രായാധിക്യം വന്നവർ, ഉത്സാഹം കുറഞ്ഞവർ അവരോട് പറഞ്ഞറിയിച്ചിട്ടേ, അവരോട് പറയണം നിങ്ങളോടാണ് നേരിടുന്നതെന്ന് പറഞ്ഞതിന് ശേഷമേ അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചിരിക്കുന്നവരോടും അരുത്. അതായത് അതേപോലെ കുറേ ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ചിലർ ഓർക്കാപ്പുറത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നേരിടരുത്, അവരോട് യുദ്ധത്തിലേർപ്പെടരുത്. അതുപോലെ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോടും എതിരിടാൻ പാടില്ല. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. അതായത് ഒരാൾ മറ്റൊരാളോട് നേരിടുകയാണെങ്കിൽ അവനെ വേറൊരുവൻ പോയിട്ട് അവനെ എതിർത്ത് കൊല്ലാൻ പാടില്ല. പ്രമാദം പറ്റിയവനെ, പ്രമാദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഭയം, ശ്രദ്ധക്കുറവ് എന്നൊക്കെയാണ് അർത്ഥം ഒരാൾ ഭയന്ന് നിൽക്കുന്നവനാണെങ്കിൽ അവനെ നേരിട്ട് അവനെ കൊല്ലാൻ പാടില്ല. പിന്തിരിഞ്ഞവനെ, ഇനി യുദ്ധത്തിൽ ക്ഷീണിതനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പിന്തിരിഞ്ഞവനാണെങ്കിൽ പിന്തിരിഞ്ഞവനെ പോയി കൊല്ലാൻ പാടില്ല. ആയുധം തീർന്നവനെ, അതുപോലെ ആയുധം തീർന്ന് നിൽക്കുന്നവരാണെങ്കിൽ, കവചം പോയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട നിൽക്കുന്നവരാണെങ്കിൽ അവരെയൊന്നും ഒരു വിധത്തിലും കൊല്ലാൻ പാടില്ല. ഇതൊക്കെ യുദ്ധത്തിൻ്റെ നിയമങ്ങളായിരുന്നു. മാത്രമല്ല സൂതന്മാർ എന്ന് പറഞ്ഞാൽ തേര് തെളിക്കുന്ന ആളുകൾ, തേരാളികൾ, കുതിരകൾ, ആയുധം ചുമടായിട്ട് കൊണ്ടുവന്നവർ, അതായത് ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ, ഇവരെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് എന്ത് ചെയ്യണം? യുദ്ധം ജയിക്കണം. നേർക്കുനേരെ കരുത്തോടെ യുദ്ധം ചെയ്ത് എതിരാളിയെ തോൽപ്പിക്കാൻ കഴിയണം. അതല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കാതിരിക്കുന്നവരെയോ കൊന്നിട്ട് നേടുന്ന വിജയമല്ല യഥാർത്ഥ വിജയം. അതായത് കുറ്റമറ്റ ധർമ്മയുദ്ധം, അധർമ്മത്തിലൂടെയല്ലാത്ത യാതൊരു കുറവുമില്ലാത്ത ഒരു യുദ്ധത്തിനായിരുന്നു, ധർമ്മയുദ്ധത്തിനായിരുന്നു അവിടെ തുടക്കം കുറിച്ചത്. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്, ഒടുക്കം ദുര്യോധനെയും. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഏറെക്കുറെയൊക്കെ പാലിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ഓരോന്നോരോന്നായിട്ട് ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും, അതായത് യുദ്ധത്തിൽ മുമ്പന്മാരായ
എതിർപക്ഷത്തിലുള്ള ഒട്ടുമിക്ക ആളുകളെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടായിരുന്നു. ഇത്രയും വ്യവസ്ഥകളോട് കൂടിയൊക്കെ തുടങ്ങിയിട്ടും അവസാനം അതൊക്കെ ലംഘിക്കപ്പെട്ടു. ഒടുവിൽ ദുര്യോധനനെയും വീഴ്ത്തി. ആരാണ് ദുര്യോധനൻ? കൗരവരിൽ മൂത്തയാളാണ് ദുര്യോധനൻ. ഒടുക്കം ദുര്യോധനെയും അധർമ്മത്തിലൂടെ പാണ്ഡവർ വീഴ്ത്തി. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. എന്താ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്? യുദ്ധത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജയമല്ലായിരുന്നു ആരുടേത്? പാണ്ഡവരുടേത്. അവർ നേടിയത് വല്ലപാടും നേടിയ വിജയമായിരുന്നു. ആ വിജയം ആഘോഷിച്ചുകൊണ്ട് അവർ അവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഇനി വിവരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.